ഒന്നുമില്ലാതെ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കപ്പെട്ടതാണോ നമ്മുടെ ജീവിതം? അതുകൊണ്ട് മുതിർന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ന്. നിങ്ങൾക്ക് 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ത്യ മുഴുവൻ ഒന്ന് കാണും. നിങ്ങൾ പിള്ളേരാരെയും കൊണ്ടുവരും. നിങ്ങൾ തന്നെ പഴയ യുവമിഥുനങ്ങളെപ്പോലെ കൈ ഓർത്ത് പിടിച്ച് അതിലേക്ക് പോയി ഒരു 10 ദിവസം താമസിക്കുക. കുറച്ചും കൂടെയൊക്കെ സാമ്പത്തിക സൗകര്യം ഞാൻ പറയും യൂറോപ്പ് ഒക്കെ ഒന്ന് പോയി കാണും. 60 വയസ്സ് കഴിഞ്ഞാൽ വിസ കിട്ടാനൊന്നും വിഷമില്ല. അമേരിക്കയൊക്കെ ഒന്ന് പോയി കാണും. ഈ ലോകത്തിലെ വിശാലത കാണട്ടെ. ഞാൻ പറഞ്ഞു വെക്കും. രണ്ടാമത് ഞാൻ പറഞ്ഞു വെക്കും, നിങ്ങൾക്ക് രസകരമായ കൂട്ടുകെട്ടുകൾ വളർത്ത്. നിങ്ങളുടെ റിലേറ്റീവ്സ്, അയൽവക്കാർ, നല്ല ആൾക്കാർക്ക് പോയി വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് ചിരിച്ച് കളിച്ച് ജീവിതം ആസ്വദിക്കും. എന്നീ മക്കളെ ഓർത്ത് മോനെയും മോളെ ഓർത്ത് പറഞ്ഞ് ഈ രോഗം പഠിച്ച് എന്തിനായി പ്രമേഹത്തിൻ്റെയും പ്രഷറിൻ്റെ അടിമയാകും നിങ്ങൾ? എന്തിനായി ഉള്ള ഗുളിക മുഴുവൻ കഴിച്ചു തീർക്കുന്നത് നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുകയും നിങ്ങൾ വിവാഹം കഴിച്ചു തുടങ്ങി നിങ്ങൾ പഴയ പോലെ വർത്തമാനം പറയാനും കൂട്ടുകൂടാനും ഒക്കെ എല്ലാവരുടെ അടുത്ത് പോകാനൊക്കെ സമയം കണ്ടെത്തുകയും. മൂന്നാമത് ഞാൻ പറഞ്ഞു പറ്റുമെങ്കിൽ മാസത്തൊരു സിനിമയൊക്കെ പോയി കാണും. നിങ്ങൾ രണ്ടും ഭംഗിയായി പോയി നല്ല ഭക്ഷണം പുറത്ത് പോയി ഒരു സിനിമയൊക്കെ കണ്ട്, നല്ല സിനിമകളൊക്കെ ഉണ്ടെന്നേ, പറ്റുമെങ്കിൽ ചിരിക്കാൻ പറ്റുന്ന കോമഡി പടങ്ങളൊക്കെ പോയി കാണും. ഒന്ന് കുലുങ്ങി ചിരിച്ചിട്ട് എത്ര നാളായി നിങ്ങൾ? എന്നും ഈ പരിദേവനങ്ങളും പരിഭവങ്ങളും പറഞ്ഞ് മുഖമൊക്കെ വലിച്ചു മുറുക്കി വെക്കണം. ഒന്ന് ചിരിക്കത്തില്ലേ? 4, ടൂർണമെൻറ്റുകളും കളികളൊക്കെ ഗ്രാമത്തിൽ കൂടെ ഒക്കെ ഉണ്ട്. അത് വോളിബോൾ ടൂർണമെൻ്റ് ആയിരിക്കാം, വടംവലി ആയിരിക്കാം, കുട്ടികളുടെ ഇതിലൊക്കെ പോയി കാണും. പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ ആ ചാക്കലോട്ടത്തിലും വടംവലിക്കൊക്കെ പോയി ജീവിതം അങ്ങ് ഭംഗിയായി ആസ്വദിച്ച്. എന്നും ഈ മസിൽ പിടിച്ചും എന്നും ഈ ടെൻഷൻ പിടിച്ചും എന്തിനാ ജീവിതം കൊണ്ട് കളയുന്നത്? അതുമാത്രമല്ല, വല്ലപ്പോഴൊക്കെ പുറത്ത് ഭക്ഷണം പോയി കഴിക്കുക. എന്നും നമ്മുടെ ഗൃഹാതുരത്തിൻ്റെ കഞ്ഞിയും കപ്പയും നമ്മുടെ ചോറും ചമ്മന്തിക്കും ഒക്കെ എന്നും ശ്രേഷ്ഠതയുണ്ട്, മനോഹരമാണ്. എങ്കിൽ പോലും വല്ലപ്പോഴൊക്കെ പുറത്ത് പോയി ഒരു ഭക്ഷണം കഴിക്കും. നിങ്ങൾ വഴിക്കട പോകുമ്പോൾ എഴുതി വെച്ച കുഴിമന്തി എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഒന്ന് കഴിച്ചു നോക്ക് നിങ്ങൾ പോയി. അതായത് നിങ്ങളെന്നും ഈ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ ജീവിതം ഭംഗിയായി ആസ്വദിച്ച് പോകാം. ഈ 60 വയസ്സ് 65 വയസ്സായി ഇനി കുരിശുവരെയും പ്രാർത്ഥനയും ഉള്ളൂ എന്ന് ചിന്തിച്ചേക്കരുത്. ഇനിയാണ് പല കാര്യം ചെയ്യാൻ പറ്റുന്ന കാലം. 60 വയസ്സ് കഴിഞ്ഞാൽ കാലഘട്ടത്തിലാണ് ഒത്തിരി പുതിയ ചിന്തകൾ മനസ്സിൽ പൊട്ടിമുളയ്ക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ സരസമായും ലളിതമായും സുന്ദരമായി എടുക്കുകയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എന്ന് വെച്ച് മദ്യപിക്കാനോ തിന്മകളിൽ പോകാനൊന്നും അല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. ജീവിതത്തിലെ ടെൻഷൻസ് കുറേ വിട്. മക്കളെക്കുറിച്ച്, വീട്ടിനെക്കുറിച്ച്, പറമ്പിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് ടെൻഷൻസൊക്കെ വിടും. പറ്റുമെങ്കിൽ എന്തെങ്കിലും കാലത്ത് ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്ത് കിടക്കുവാണെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റിയും കൂടി ആയി. അമിതമായ സ്വത്തിന് ടെൻഷനുണ്ട്. മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസം കൊടുത്ത് ഒരു നിലയിലെത്തിക്കാന്നല്ലാണ്ട് മക്കൾക്ക് ഒരു 1000 രൂപ ഒരു സമ്പാദ്യം കൊടുത്തേക്കരുത്. ഓരോ ചെടിയും സ്വന്തം വേര് വല്ലയും കൊണ്ട് വെള്ളം വലിച്ചെടുത്ത് പൂ വിരിയിക്കണം. വേറൊരു പൂ കൊണ്ടുവന്ന് വെച്ചാൽ പൂ അധികാരം നിൽക്കില്ല. മക്കൾ ഓരോരുത്തരും കഷ്ടപ്പെട്ട് അവൻ്റെ നിലവാരങ്ങൾ എത്തിക്കൊള്ളും. നിങ്ങൾ ഒരു പരിധിക്കപ്പുറം മക്കൾക്ക് ഓർത്ത് ടെൻഷൻ പിടിക്കരുത്, മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. നിങ്ങൾ ഓർത്ത് നോക്കി, നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളത്? എത്ര കാലം ഉണ്ടാവും ഈ ഭൂമിയിൽ? കാണാൻ തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ചെറുപ്പമാണ്. ജീവിതം ആസ്വദിക്കാൻ തരാം. ഉത്തരവാദിത്തങ്ങളുടെ കാലഘട്ടങ്ങൾ കഴിയാൻ. അതുകൊണ്ട് നിരാശപ്പെട്ട് കുറച്ച് കഴിയുമ്പോൾ ജീവിക്കാൻ പറ്റിയില്ല, ഒന്നും നേടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പരിഭവിക്കും. ഈ ഭൂമി സന്തോഷകരമായ മനോഹരമായ ഭൂമിയല്ലേ? ആളുകളൊക്കെ എത്ര നല്ലവരാണ്. എല്ലാവരും വർത്തമാനം പറഞ്ഞും ചിരിച്ചും കളിച്ചും കൂട്ടുകൂടിയും നന്നായിട്ട് ഈ നോട്ടുകെട്ടുകളും വീടും പറമ്പും ഒന്നും അല്ല. അതിനപ്പുറത്ത് വിശാലമായ പൂമ്പാറ്റകളെയും മഴവില്ലിനെയും നിങ്ങൾ കണ്ടു നോക്ക്. വിശാലമായ ഭൂമിയുടെ സൗന്ദര്യം നിങ്ങൾ കേട്ടു നോക്ക്. നല്ല പാട്ടുകളൊക്കെ കേൾക്ക്, നല്ല കളികളൊക്കെ കാണുക. ജീവിതം ഇനി ആസ്വദിക്കാൻ തുടങ്ങട്ടെ. അതുകൊണ്ട് 60 വയസ്സ് കഴിഞ്ഞവർക്ക് വളരെ സന്തോഷപ്രദമായ ഒരു 40 വർഷം കൂടെ ആശംസിക്കുകയാണ് ഞാൻ. ദൈവം നിങ്ങളെ കാക്കട്ടെ.